വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. ഹലോ ഫ്രണ്ട്ഷിപ്പാണേ, ഞാൻ ഇപ്പൊ തേക്കിങ്ങോട്ട് മൈതാനത്തിലാ. അവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്, വീഡിയോ കാണാം. ലാലൂര് IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിനനുബന്ധിച്ചിട്ടാട്ടാ ഇവിടെ ഒരു പരിപാടി നടക്കുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്ററിൽ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സിയുടെ ഒരു കീച്ചയും കിട്ടും. അതാണ് പരിപാടി. കോംപ്ലക്സിന്റെ പ്രൊമോക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഫുട്ബോൾ മാന്ത്രികൻ IM വിജയന്റെ നാമധേയത്തിലുള്ള ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സ്കോർ ദ ഗോൾ പ്രോഗ്രാമാണ് നടക്കുന്നത്. ആള് പറഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായില്ലേ? ഒരാൾക്കാരെന്നറിയോ ആ പരിപാടിക്ക്? ചെറു പിള്ളേരോട്ടൊരു വയസ്സായ ആൾക്കാരോട്ടാ. പിന്നെ നമ്മുടെ തൃശ്ശൂരാകുമ്പോ ഉണ്ടാവുമല്ലോ, കണ്ട ചെറിയ പിള്ളേരോട്ടൊരു വയസ്സായ ആൾക്കാരോട്ടാ ക്യൂ നിൽക്കണത്. 2 വട്ടം അടിക്കാം, 1 വട്ടം പോയാലും കുഴപ്പമില്ല, 2ാം വട്ടം അടിച്ച് കയറ്റിയാൽ മതി. അപ്പൊ കീച്ചയും കിട്ടും. കുറെ പേര് പോസ്റ്റ് അടിച്ച് ഗോളാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീച്ചയും കൊടുക്കണട്ടാ. എന്തോരം കീച്ചയും നടന്ന അവരേട്ടാ. ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. തൃശ്ശൂരിന്റെ മേയറൊക്കെ ഉണ്ടാ പരിപാടിക്ക്. ആളാണ് ഉദ്ഘാടനം ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഇത്തിരി നേരം വൈകിട്ട് വരാൻ. പിന്നെ ഇവരൊക്കെ തൃശ്ശൂരിന്റെ വലിയ വലിയ ആൾക്കാരാണ്. ആരാന്നെനിക്കറിയില്ല, ക്ഷമിക്കണട്ടാ, പേരൊന്നും അറിയില്ലേ. ഇതിലൊന്നും പെടാണ്ട് കുറെ പേര് അവിടെ ഇരിക്കണട്ടാ. ഞങ്ങളും ഇതിലേക്കില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ അയക്കും എന്നുള്ള മൈൻഡിലുള്ള ആൾക്കാർ. കണ്ട ഇപ്പനെ അവന്റെ അച്ഛൻ അവനെ ഫുട്ബോൾ അടിച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ ഇപ്പനെ അവന് ബോൾ ഓടാൻ കിട്ടി ബാഗ് നോക്കിയാ അവ അടിച്ച് പോസ്റ്റിൽ കയറ്റിയിട്ട പന്ത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഗോൾ അടിച്ചു. ആ ചേച്ചിരുന്ന് കീച്ചെയിൻ വാങ്ങിട്ട് ബൈ ബൈ പറഞ്ഞിട്ടാ. മെസ്സിയുടെ കീച്ചെയിനില്ലേ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ? പല കളറിലുള്ള കീച്ചെയിൻ ഉണ്ട് അവരുടെ കയ്യിലേ. എനിക്ക് ഇത് കിട്ടി. നീലന് ഇഷ്ടം. അർജന്റീന കളർ നീലി വെള്ളല്ലേ, അതുകൊണ്ട് ഞാൻ കീച്ചെയിൻ വാങ്ങി ബൈ ബൈ പറയാ. തൂക്കി മെസ്സിനെ ഞാൻ തൂക്കി. കണ്ട ശരി, കാട്ടത്തേല് കാണാം.